വാസ്തുദോഷമുണ്ടെന്ന കാരണത്താൽ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കെട്ടിടത്തിൽ പ്രവേശിക്കാതെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി. ബഞ്ചാര ഹിൽസിലെ തെലങ്കാന പോലീസ് കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിന്നാണ് നിലവിൽ മുഖ്യമന്ത്രി എല്ലാ ജോലികളും ചെയ്യുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് അജിന മുഹമ്മദ് ചേരുകയാണ് നമ്മളോടൊപ്പം. അജിന, വിശ്വാസമാകാം, പക്ഷേ അന്ധവിശ്വാസം മനുഷ്യനെ വല്ലാതെ ഭരിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അത് ഔദ്യോഗികമായി ഒരു സംസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന വ്യക്തിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതേറെ ഗൗരവതരമാണ്. ഈ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്താണ് ചെയ്തത്? മനു, വളരെയധികം ഒരു ചിരിക്കേണ്ട സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. കാരണം ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ വാസ്തുദോഷം എന്ന കാരണത്താൽ സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാതിരിക്കുന്നത്. അദ്ദേഹത്തിനോട് ഒരു ജോത്സ്യൻ, അതായത് ഒരു ജോത്സ്യൻ പറഞ്ഞതാണ് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഈ സെക്രട്ടേറിയറ്റിന് വാസ്തുദോഷമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ ചെല്ലരുത് എന്ന് പറഞ്ഞതിൻ്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാതെ തെലങ്കാന പോലീസിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെൻറ്ററിൽ നിന്നും ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ഒരു ചിരിക്കേണ്ട സാഹചര്യം തന്നെയാണിത്. ഏകദേശം ഒരു 650 കോടി രൂപ കളഞ്ഞുകൂടാ അജിന, അങ്ങനെ ചിരിച്ചു കളഞ്ഞുകൂടാ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഒരു സംസ്ഥാനത്തിന്റെ പൊതുപണം മുടക്കി പണിത ബിൽഡിംഗ് ആണ്, 650 കോടി രൂപ മുടക്കി പണിത ബിൽഡിംഗ് ആണ് സെക്രട്ടേറിയറ്റ് എന്ന് പറയുന്നത്. അതിൽ ചെന്നിരിക്കാതെ ഏതൊരു ജോത്സ്യൻ എന്തോ വാസ്തുദോഷം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അവിടെ നിന്ന് മാറി നിൽക്കുമ്പോൾ അത് പൊതുസമൂഹത്തിന് നൽകുന്ന സന്ദേശം എന്താണ്? ഒരു കാര്യം ഓർക്കണം, സാക്ഷാൽ പണ്ഡിറ്റ് നെഹ്റുവിന്റെ പിന്മുറക്കാരാണെന്ന് പറയുന്നവരാണ് ഈ കോൺഗ്രസ് നേതൃത്വം. പണ്ഡിറ്റ് നെഹ്റുവിന്റെ വിശ്വാസ ചിന്തകൾ എന്തായിരുന്നു നമുക്ക് എല്ലാവരും അറിയാവുന്നതാണ്. ശാസ്ത്രത്തിൽ മുറുകെ പിടിച്ച് ജീവിച്ച ഒരു മനുഷ്യന്റെ പിന്മുറക്കാരെന്ന് പറയുന്നവരാണ് ഈ വിവരക്കേട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ മനു, അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നത്. 650 കോടി രൂപ ചെലവിലാണ് 7 നില കെട്ടിടം, അതായത് ഈ സെക്രട്ടേറിയറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വാസ്തുദോഷം എന്ന് പറയുന്ന ഒരു കാരണത്താൽ, അതായത് വാസ്തുദോഷം എന്നൊരു കാരണം മുൻനിർത്തിയാണ് ഇപ്പോൾ തെലങ്കാന മുഖ്യമന്ത്രി ആയിട്ടുള്ള രേവന്ത് റെഡ്ഡി പ്രവേശിക്കാതിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം വളരെയധികം ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, കാരണം നമുക്കറിയാം കാലം എങ്ങോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ വാസ്തുദോഷം എന്ന പേരിൽ ഒരു സെക്രട്ടേറിയറ്റിൽ കയറാതിരിക്കുന്നതും അതുപോലെ തന്നെ തെലങ്കാന പോലീസിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിൽ നിന്നും ഒരു സംസ്ഥാനത്തിന്റെ കാര്യങ്ങൾ നോക്കേണ്ടി വരുന്ന അങ്ങേയറ്റം വളരെ ഒരു പരിഹാസം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കോൺഗ്രസ് എപ്പോഴും പറയുന്നത്, മനു പറഞ്ഞതുപോലെ തന്നെ ഒരു ശാസ്ത്രത്തിന്റെ പടവുകളിലൂടെയാണ് നാം പോകുന്നത്. എപ്പോഴും ലോകത്തിന് അല്ലെങ്കിൽ ഇന്ത്യനെ എപ്പോഴും ഒരു വികസനത്തിലേക്ക് മുന്നോട്ട് നയിക്കണം, അല്ലെങ്കിൽ ഈ ഒരു പാട് ചിന്തകളിൽ നിന്നും ഇന്ത്യയിലെ ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരണമെന്നാണ് കോൺഗ്രസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ വെറും ഒരു വാസ്തുദോഷം കണക്കിലെടുത്ത് ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ പോകാതെ പേടിച്ച് പോലീസിന്റെ ഈ ഒരു സെന്ററിൽ ചെന്ന് സംസ്ഥാനത്തിന്റെ കാര്യം നോക്കുന്നത്. മനു, എന്തായാലും വളരെയധികം ഒരു ഗൗരവമായ ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇനി കോൺഗ്രസിന്റെ പ്രതികരണം എന്ന് അറിയേണ്ടതുണ്ട് മനു. കാരണം പ്രതികരിക്കാനും ജോത്സ്യനെ വിളിച്ച് സമയം നോക്കിയതിനു ശേഷമേ ഉണ്ടാകുമല്ലോ. അതെ മനു, കാരണം ഇപ്പോൾ ജോത്സ്യനാണല്ലോ പറഞ്ഞത് സെക്രട്ടേറിയറ്റിന് വാസ്തുദോഷമുണ്ട്, അതുകൊണ്ട് താങ്കൾ തൽക്കാലം ഈ പോലീസിന്റെ സെന്ററിൽ ഇരുന്ന് തെലങ്കാനയുടെ കാര്യങ്ങൾ നോക്കണമെന്ന്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ മിക്കവാറും ജോത്സ്യനെ സമീപിക്കാൻ തന്നെയായിരിക്കും. കാരണം എപ്പോഴാണ് രേവന്ത് റെഡ്ഡിക്ക് സമയം ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനെന്ന് കോൺഗ്രസ്സുകാർ മിക്കവാറും ജോത്സ്യനെ തന്നെ സമീപിക്കേണ്ടി വരും മനു. ഏതായാലും കാര്യങ്ങൾ വളരെ രസകരമാണ്. രസകരം എന്ന് പറയുമ്പോൾ അതിലേറെ ഗൗരവതരം കൂടിയാണ്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് പൊതുസമൂഹത്തിന് പണം മുടക്കി പണിത, ഓരോ പൗരൻ്റെയും നികുതി മുടക്കി പണിത 650 കോടി രൂപ ചെലവഴിച്ച സെക്രട്ടേറിയറ്റ് മന്ദിരത്തിൽ വാസ്തു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ പ്രവേശിക്കാതിരിക്കുന്നത്, അവിടെ ഇരുന്ന് ഭരണം നടത്താതെ പോലീസിന്റെ കമാൻഡ് സെന്ററിൽ ഇരുന്നുകൊണ്ട് ഭരണം നടത്തുന്നത്. ഒന്ന് ഓർത്തു നോക്കൂ, സാക്ഷാൽ നെഹ്റുവിന്റെ പിന്മുറക്കാരെന്ന് അവകാശപ്പെടുന്ന മനുഷ്യരാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എവിടെ എത്തി നിൽക്കുന്നു ഈ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെയൊക്കെ ഒരു പുരോഗമന ചിന്ത എന്ന് നമുക്ക് പറയേണ്ടി വരും. മനുഷ്യർ ചൊവ്വയിലേക്ക് താമസം ഉറപ്പിക്കാൻ ഗവേഷണം നടത്തുന്ന കാലത്താണ് ഇവർ വാസ്തുദോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കാതിരിക്കുന്നത്. സമ്മതിക്കണം, ഇങ്ങനെയുള്ള മനുഷ്യരൊക്കെയാണെന്നേ നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. അത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. വിവരങ്ങളാണ് അജിന നമുക്ക് നൽകിയത്.